ഒരു നാളും അകലാത്ത ഓർമ്മകൾക്കേകുവാൻ ഒരു വർണ്ണം ഇതു മാത്രം പച്ച, ഒരു വർണ്ണം ഇതു മാത്രം പച്ച. ഹരിക്ക് സ്വാഗതം. നമസ്കാരം. ജീവിതത്തിൻ്റെ യഥാർത്ഥ പച്ച ഹരിതം മാത്രമല്ല ഗണിതം കൂടിയാണ് എന്ന് നമ്മളെല്ലാവരെയും അഭ്യസിപ്പിച്ച നമ്മുടെ പ്രിയ അധ്യാപകൻ അജിത് രാജ സാറിൻ്റെ അനുഗ്രഹവും സ്നേഹവുമാണ് വീണ്ടും ഈ വേദിയിൽ നിങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ എനിക്ക് അവസരം നൽകിയത്. അതിനാദ്യമായി ഒരു സ്നേഹോപഹാരം മാഷിന് ഞാൻ എഴുതിയ ഈ പച്ച എന്ന കവിതയുടെ ഒരു കോപ്പി മാഷിന് നൽകിക്കൊണ്ട് ആരംഭിക്കാം. ഇതിൽ ചില കൂട്ടുകാർക്കെങ്കിലും എന്നോടൊരു ചെറിയ പരാതി ഉണ്ടാകും എന്ന് സംശയിക്കുന്നു. കാരണം മുൻപൊരിക്കൽ ഇതുപോലെ ഇവിടെ സമ്മാനിച്ച ഒരു കവിത ഇമ്പോസിഷനായിട്ട് പഠിക്കാനിടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് എന്നൊക്കെ ടീച്ചർ പറഞ്ഞു മാഷിൻ്റെ റൂമിൻ്റെ മുമ്പിൽ. എന്ത് തന്നെയായാലും സന്തോഷം. ഞാൻ ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു. ഏകദേശം ഒരു 10-12 വർഷം മുൻപ് നിങ്ങളെപ്പോലെ ഈ കോളേജിലെ ഒരു സ്റ്റുഡൻ്റായിരുന്നു മാഷിൻ്റെ. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലയളവിൽ പഠനത്തിന് ശേഷം ഔദ്യോഗികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള വിഷ്വൽ മീഡിയകളുമായി ദൃശ്യമാധ്യമങ്ങളുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും വീണ്ടും ഈ കലാലയവുമായി മ്യൂസിക്കൽ ചെയർ ഉൾപ്പെടെയുള്ള ക്യാമ്പസ് മ്യൂസിക് ഷോസ് അതുപോലെ ഇത്തരം ചടങ്ങുകളിൽ ബന്ധപ്പെടാൻ സാധിച്ചു എന്നതിൽ എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. സാധാരണ പഠനം കഴിഞ്ഞ് പോയാൽ ഔദ്യോഗികമായിട്ടുള്ള മറ്റ് തിരക്കുകളിലേക്ക് പോകുന്നവർക്ക് സ്വന്തം പഠിച്ച കലാലയവുമായിട്ടൊരു ബന്ധം പുലർത്തുക പലപ്പോഴും അസാധ്യമാണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപക്ഷെ 2008 നടന്ന മ്യൂസിക്കൽ ചെയർ എന്ന പ്രോഗ്രാമിന് ശേഷമാണ് വീണ്ടും റെഗുലറായിട്ട് ഓരോ വർഷവും ഇത്തരം ചടങ്ങുകളിൽ വരാൻ എനിക്ക് ക്ഷണം ലഭിക്കാറുണ്ട്, വരാൻ സാധിക്കാറുണ്ട്. മുൻ വർഷങ്ങളിൽ രമേഷ് പിഷാരടി, അനൂപ് ശങ്കർ, വിദ്യാശങ്കർ തുടങ്ങിയവരൊക്കെ ആയിട്ട് അപ്പോഴൊക്കെ നിങ്ങളിൽ പലരും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. എപ്പോഴും നമ്മൾ യുവതലമുറയ്ക്ക് ചർച്ച ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം അല്ലെങ്കിൽ കലാരൂപം എന്ന് പറയുന്നത് സിനിമയാണ്. പാഠ്യവിഷയങ്ങളെക്കാൾ അല്ലെങ്കിൽ ഒരു പത്രം എടുത്ത് നോക്കിയാൽ, ഒരു മാഗസിൻ മറിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു വാർത്ത ടി വിയിൽ കണ്ടാൽ ഏറ്റവും ആദ്യം നമ്മുടെ കണ്ണ് എത്തിപ്പെടുന്നത് ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമ അല്ലെങ്കിൽ സ്പോർട്സ് തുടങ്ങിയിട്ടുള്ളതിലാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ രാഷ്ട്രീയ പ്രമുഖരോ സാംസ്കാരിക നായകന്മാരോ സാഹിത്യ നിരൂപകന്മാരോ എത്തുന്നതിന് പകരം ഭഗത്തും ഹേമന്തും ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ തന്നെ ഇത്തരം ചടങ്ങുകളിൽ അതിഥികളായി എത്തുന്നത്.